ഹലോ, നിങ്ങളിപ്പോ എവിടെയാ? സ്വിമ്മിംഗ് പൂളിലാണ് മാഡം. എന്താ? ആ സിയെ വിളിച്ചിരുന്നു. അയാൾക്ക് നിങ്ങളോട് എന്തോ ചോദിച്ചറിയാനുണ്ടത്രേ. നോ, ഞങ്ങൾ കാര്യം കാണേ വേണ്ട, ഒന്നും പറയാനുമില്ല. എന്താ? വാട്ട്സ് ദ മാറ്റർ സമീർ? അങ്കിൾ, സർ, അവർ 10 പേരും ഒരേ മനസ്സുമായി നടന്നിരുന്നവരാ. ആ ഷോക്കിൽ നിന്ന് അവരിപ്പോഴും മുക്തരായിട്ടില്ല. ഒരാളാണെങ്കിൽ അൺകോൺഷ്യസായി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിൽ സാറിന് ആവശ്യമുള്ള എന്തെങ്കിലും പറയാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പ്ലീസ്. തോന്നലുകളെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. തൽക്കാലം നിങ്ങൾ അവരെ വിളിക്ക്. അഡ്വക്കേറ്റ് സണ്ണി കുരുള. അറിയാമായിരിക്കും, പ്രോസിക്യൂട്ടറാ. അറിയാം. ഞാൻ ഇവിടുത്തെ ചില കുട്ടികളുടെ ലോക്കൽ ഗാർഡിയനാ. നിങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാനായി ഇവിടെ എത്തി എന്നറിഞ്ഞു വന്നതാ. ഇതിനൊക്കെ ചില മര്യാദകളില്ലേ സാർ? ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ ആകാം, പക്ഷേ അത് ഞങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് മാത്രം. കോർട്ട് ഓർഡർ സിറ്റിംഗ് ആയ ഉടൻ തരാം. സാർ, എസ്.പി. സാർ, താൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കൊന്നും വേണ്ട. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറ്റേ, അത് കഴിഞ്ഞ് മതി ക്വസ്റ്റനിങ് ഒക്കെ. ഓക്കെ സാർ. ഓക്കെ സാർ. ആ സിയെ അങ്കിൾ ഓടിച്ചു അല്ലേ? ദാറ്റ്സ് ഗുഡ്. എവിടെ കാണത്തെ? ഷോ മീ ദ മൊബൈൽ. നമുക്ക് ഈ ഫോണിനെ പറ്റി നേരത്തെ പോലീസിൽ പറയാമായിരുന്നു. ഞങ്ങൾ ഈ മൊബൈൽ മാറ്റിവെച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഫോണിലേക്ക് വിവേക് അയച്ചിട്ടുള്ള ഏതെങ്കിലും മെസ്സേജിൽ ആക്സിഡന്റ് ഡെത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ അത് പോലീസ് അറിയേണ്ടെന്ന് മാത്രം വിചാരിച്ചിട്ടാ. ലിൻഡയുടെ കളഞ്ഞുപോയ മൊബൈൽ ആരുടെ കയ്യിലാണെന്ന് എത്രയും വേഗം നമുക്ക് അറിയണം. ഒരുവേളെ വിവേക് കയ്യിൽ കടിച്ചിരിക്കുമോ? അവൻ മിസ് കോൾ. മണ്ടത്തരം പറയാതെ. അല്ല, ഇവള് പറഞ്ഞത് ശരിയായിരിക്കും. അവൻ ഫ്യൂണറിന് വന്നിട്ടില്ല. അവന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ്. എന്റെ പൊന്നു സാറേ, ഔറ്റകളെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ജന്മങ്ങളാ. വളർത്തുദോഷം അല്ലാതെന്താ? ഇട്ടുമൂടാനുള്ള പൈസയുണ്ട്, ആൾ സ്വാധീനവും ഉണ്ട്. തള്ളയും നദിയൊക്കെ ഗൾഫിലും. പിന്നെ ആരെ പേടിക്കാനാ സാറേ? തോന്നിയാ സൈഡ് നടക്കാം. ചോദിക്കാനും പറയാനും ആരും ഇല്ലാലോ. ഈ ലിൻഡയും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ? മരിച്ചു മോളിൽ നിൽക്കുകയാണെങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെയാ സാറേ? ആ കൊച്ചാ സാറേ ഏറ്റവും കുഴപ്പം പിടിച്ചു വിത്ത്. ആട്ടെ, ഇവര് തമ്മിൽ വഴക്കിടാറുണ്ടായിരുന്നു. എന്തൊക്കെയോ ഏടാകുടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലിൻഡ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ലേ? പിന്നെ 24 മണിക്കൂർ ആ കൊച്ചു ഫോണിൽ സംസാരിക്കുമായിരുന്നു. അവർക്ക് ഏതെങ്കിലും ആൺകുട്ടികളുമായിട്ട് ബന്ധം? മെഡിക്കൽ കോളേജ് അല്ലേ സാറേ, അതിനൊക്കെ വല്ല പഞ്ഞുണ്ടോ? ഞാൻ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. യാര് ഫോണില്? വക്കീലങ്കളാ. ആ സിഐക്ക് ഇനി നമ്മളെ വെറുതെ വിടാനുള്ള ഉദ്ദേശമില്ല പോലും. എന്നെ മാറ്റർ? നമ്മളെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഓർഡർ അയാൾ DIGയിൽ നിന്ന് വാങ്ങിയത്ര. ഇനി നമ്മളായിട്ട് എതിർക്കണ്ട, അയാൾക്ക് വാശി കൂടും. വിവേക് എവിടെയാണെന്ന് ഇതുവരെയായിട്ട് ഒരു ഐഡിയ ഇല്ല. അവനെ ഒന്ന് കണ്ടുകിട്ടിയാൽ മതിയായിരുന്നു. ലിൻഡ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം അവൾക്ക് രാത്രി അവിടെ പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? അന്ന് രാത്രി വിവേക് അവിടെ വന്നിട്ടുണ്ടെങ്കിലോ? അവനുമായിട്ട് തല്ലുപിടിച്ച് അവളോട് നിന്ന് ചാടിയതാണെങ്കിലോ? അപ്പോ ലിൻഡ എന്ത് പറ്റി? നിസാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് പിണങ്ങാറുള്ള നേച്ചറാണ് അവളുടേത്. അന്നും അങ്ങനെ പിണങ്ങിയാ പോയത്. എന്നിട്ട് നിങ്ങൾ അവരെ തടഞ്ഞില്ലേ? ഇതിനു മുമ്പും അവളങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ തടഞ്ഞില്ല. അങ്ങനെ മുറിവിട്ട് പോകുന്ന ദിവസങ്ങളിൽ, അതായത് സംഭവം നടന്ന ദിവസവും ആ കുട്ടി മറ്റാരെങ്കിലുമായി കാണാൻ സാധ്യതയുണ്ടോ? ഐ മീൻ ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട്? വാട്ട് ആർ യു ടോക്കിംഗ് ഓഫീസർ? റാബേഷ്, ഇങ്ങനെ അൺനെസസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. സാർ പ്ലീസ്. പറഞ്ഞോളൂ. സാധാരണ ഏതെങ്കിലും ക്ലാസ്മേറ്റിന്റെ റൂമിലാ കിടന്നുറങ്ങാറുള്ളത്.
അതല്ലെങ്കിൽ വാർഡന്റെ റൂമില്. ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. രാത്രിയിൽ ഈ ഹോസ്റ്റലിൽ വെച്ച് സാർ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ ലിൻഡ ഒരു റേപ്പ് അറ്റംപ്റ്റിന് ഇരയായത്? യെസ്, ഇത് ഞങ്ങൾ പോലീസുകാരോട് ഉണ്ടാക്കിയതല്ല. ആസ് പെർ ദ മെഡിക്കൽ എവിഡൻസ് ആൻഡ് ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾക്ക് എന്തുമാകാമെന്ന് കരുതരുത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥ കുട്ടികളല്ല ഇവര്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വാസ് ഷീ ഇൻട്രസ്റ്റഡ് ഇൻ ഡേറ്റിംഗ്? കം ഓൺ ടെൽ മീ. ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, വിവേക്. അവൾക്ക് അവനുമായി അല്പം അടുപ്പമുള്ളതായി തോന്നിയിട്ടുണ്ട്. വിവേക്? അവളുടെ പാരന്റ്സിനും ആ അടുപ്പം അറിയാമായിരുന്നു. അപ്പോൾ ലിൻഡയുടെ ഗർഭപാത്രത്തിൽ വളർന്നിരുന്ന ജീവൻ വിവേകിന്റേതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? What do you mean? 3 സ്റ്റാറിന്റെ ബലത്തിൽ എന്തു തോന്നിയാസം പറയാവുന്നതാണോ? മിസ്റ്റർ പ്രോസിക്യൂട്ടർ, യു ആർ എക്സീഡിംഗ് ദ ലിമിറ്റ് ആൻഡ് ഒബ്ജക്റ്റിംഗ് അവർ ഡ്യൂട്ടി. ലിൻഡ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ലേ? അത് ദിവസങ്ങൾക്ക് മുമ്പ് കളഞ്ഞുപോയി. എന്ന്? എവിടെ വെച്ച്? അത് ലാസ്റ്റ് സൺഡേ. എവിടെ വെച്ചാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്താ ആ കുട്ടി നിങ്ങളോടത് പറഞ്ഞില്ലേ? ഇല്ല. എന്നിട്ട് നിങ്ങൾ പരാതിപ്പെട്ടില്ലേ കസ്റ്റമർ കെയറിൽ പുതിയ സിം കിട്ടാൻ? അത് അവളുടെ പേരിലായിരുന്നില്ല, വിവേകിന്റെ പേരിലായിരുന്നു. പിന്നെ ലിൻഡ വേറെ ഫോൺ വാങ്ങിയില്ലേ? ഇല്ല, ഉടനെ ഒരെണ്ണം വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. താൻ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇതൊരു പ്ലാന്റ് മർഡർ ആണെന്ന് ഞങ്ങൾ പോലീസുകാരുടെ ഭാഷയിൽ പറയും. ഇനി അത് ആരാ ചെയ്തെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ പൊന്ന് സാറേ, ഇത് ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പോലീസുകാർ തെളിവെച്ച് കണ്ടുപിടിക്കാൻ നോക്ക്. ഇവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അതിപ്പോ ചോദിച്ചു ഇവരാണെന്ന് പറയിപ്പിച്ച ഇതെന്തൊരു ന്യായം? ഒന്നവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊലപാതകം. മിസ്റ്റർ പ്രോസ്, കൺട്രോൾ റൂമിൽ നിന്ന് മെസ്സേജ്. കോബ്ര ആൻസറിംഗ്, ഓവർ. സേവിയർ, എനിക്കൊരു എമർജൻസി ഉണ്ട്. നിങ്ങൾ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വന്നാൽ മതി. സർ. സാർ, ഒരു ഐഡി കാർഡ്. വിവേക് അരവിന്ദാക്ഷൻ, സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ്. ലിൻഡയ്ക്ക് പുറകെ ഇപ്പൊ വിവേക്. ഇനി ആരാണാവോ അടുത്തത്? ആ CI പറഞ്ഞത് ശരിയാണെങ്കിൽ ആരായിരിക്കും ലിൻഡയെ കൊന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അറിയാതെ നമ്മളെ ആരോ നിഴല് പോലെ പിന്തുടരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കാറിന്റെ പുറകിൽ എഴുതി വെച്ചിരുന്ന ബ്ലാക്ക് ഡാലിയ ലെറ്റേഴ്സ്, അത് ചിലപ്പോൾ നമ്മുടെ എല്ലാം അന്ത്യത്തിന്റെ സൂചകമായിരിക്കും. This is from Linda Soul's number. It's engaged. Try ചെയ്യ്. No. Who is next?